ഒരുപാട് ചോയ്സുകളിൽ നിന്ന് വേറിട്ടൊരു ജീവിതം തിരഞ്ഞെടുത്ത പ്രണവ് മോഹൻലാലിന്റെ യാത്രകൾ സിനിമാ പ്രേമികൾ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. അച്ഛന്റെ പേരും പ്രശസ്തിയും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് യാത്രകളുടെ ലോകത്തേക്ക് ഇറങ്ങി തിരിച്ച മകൻ. യാത്രകളോടൊപ്പം പുസ്തകങ്ങളോടും പ്രണയം. ഈ രണ്ട് കാര്യത്തിനും വേണ്ടിയുള്ള പണത്തിനു വേണ്ടി ഇടയ്ക്ക് സിനിമകളിൽ അഭിനയം. അത് കഴിഞ്ഞാൽ വീണ്ടും യാത്രകളാണ്. ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ റിലീസിന് കാത്തു നിൽക്കാൻ പോലും പ്രണവ് ഉണ്ടാകാറില്ല. കുറെ കാലത്തേക്ക് ഒരു വിവരവും ഉണ്ടാകില്ല. പിന്നെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഫോട്ടോകൾ പങ്കുവെക്കുമ്പോഴാണ് ഏതോ മലയുടെ മുകളിലാണ് താരപുത്രൻ എന്ന് ആരാധകർ അറിയുക. പക്ഷെ എവിടെ പോവുകയാണെങ്കിലും വീട്ടിലേക്ക് വിളിച്ച് വിവരം പറയാറുണ്ട് എന്ന് അമ്മ സുചിത്ര വെളിപ്പെടുത്താറുണ്ട്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം പ്രണവ് തുടർച്ചയായി ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ. ബ്ലറായ 2 ഫോട്ടോകളും പിന്നെ ഒരു സന്തോഷ വാർത്തയുമാണ് പങ്കുവച്ചിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മരവും മുൻപിൽ ബ്ലറായ ഒരു കൈയുമാണ് ഫോട്ടോയിലുള്ളത്. ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നുമുള്ള ഫോട്ടോസാണ് രണ്ടും. ഈ ചിത്രങ്ങൾക്ക് താഴെ രസകരമായ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം എന്നുകൂടി പറഞ്ഞു തന്നിട്ട് പോകൂ, ബുദ്ധിജീവികൾക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകൂ, മനസ്സിലായതുപോലെ ഇരിക്കാം എന്ന തരത്തിലുള്ള കമന്റുകളാണ് ഈ ഫോട്ടോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുത്തപ്പോൾ ഫോക്കസ് ഔട്ട് ആയതാകാം എന്ന കമന്റും ഇക്കൂട്ടത്തിലുണ്ട്. പ്രണവ് എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയാത്തവർ തന്നെയാണ് ഭൂരിഭാഗവും. അടുത്ത പോസ്റ്റിൽ കാര്യം വളരെ വ്യക്തമാണ്. ആ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളെല്ലാം വളരെ പോസിറ്റീവാണ്. ആശംസാ പ്രവാഹങ്ങളും വന്നുചേരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രണവ് ഇനിയൊരു എഴുത്തുകാരൻ കൂടെയാണ് എന്ന വിവരമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. തന്റെ രചനയിൽ പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകത്തിന്റെ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ. തന്റെ കവിതകളെല്ലാം കോർത്തിണക്കി ലൈക്ക് ഡെസേർട്ട് ഡ്യൂൺസ് എന്ന പുസ്തകം എഴുതുന്നു, കാത്തിരിക്കൂ എന്നാണ് പ്രണവ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. ബുക്കിന്റെ കവർ ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. ആശംസകളുമായി ആദ്യം എത്തിയത് സഹോദരി വിസ്മയ മോഹൻലാൽ തന്നെയാണ്. ചേട്ടന് മുൻപേ ഒരു പുസ്തകം എഴുതിയ ആളാണ് വിസ്മയ. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന വിസ്മയുടെ പുസ്തകം നക്ഷത്ര ധൂളികൾ എന്ന പേരിൽ റോസ്മേരി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് എഴുതുന്ന തിരക്കിലാണ് വിസ്മയ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലാണ് പ്രണവ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. അതിനുശേഷം യാത്രകളിലായിരുന്ന പ്രണവ് കുറെ നാളുകൾ കൂടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ തിരിച്ചെത്തിയത്. നടൻ എന്നതിലപ്പുറം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലേക്ക് മാറാൻ പോകുന്ന പ്രണവിന്റെ അടുത്ത സിനിമ ഏതാണ് എന്ന് അന്വേഷിച്ചും ആളുകൾ കമന്റ് ബോക്സിൽ എത്തുന്നുണ്ട്. അടുത്ത സിനിമയിൽ പ്രണവിന്റെ ആഗ്രഹം പോലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നവരെയും കമന്റ് ബോക്സിൽ കാണാനാകും. ഒരു സിനിമ കഴിഞ്ഞാൽ ബ്രേക്ക് എടുത്ത് നേരെ യാത്രകൾ പോകുന്നതാണ് പ്രണവിന്റെ ശീലം. അഭിമുഖങ്ങൾ നൽകുന്നതോ മറ്റ് പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്നതോ ഒന്നും പ്രണവിന്റെ അജണ്ടയിലില്ല. അത്തരത്തിൽ ചുരുക്കം ചില വേദികളിൽ മാത്രമേ പ്രേക്ഷകർ പ്രണവിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ഒരു ഇന്റർവ്യൂ കാണാൻ പറ്റുമോ എന്ന സ്ഥിരം ചോദ്യവും ഈ കമന്റുകളുടെ കൂട്ടത്തിലുണ്ട്. പ്രണവിന്റെ ഒരു അഭിമുഖമെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഇന്റർവ്യൂ ആയിരിക്കും അതെന്നാണ് ഈ കമന്റിനുള്ള റിപ്ലൈകൾ.